സായന്തനം. എല്ലാ ശ്രോതാക്കൾക്കും സായന്തനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. മൂന്ന് പതിറ്റാണ്ടിലേറെയായി കേരളീയ ശൈലിയിൽ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർക്കിടെക്റ്റായ ബി അർജുനനുമായി മനീഷ് MP നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. സായന്തനത്തിൽ ഇന്നത്തെ അതിഥി കഴിഞ്ഞ 30 വർഷമായി കേരളീയ വാസ്തുവിദ്യയെ തിരികെ കൊണ്ടുവരാനായി അക്ഷീണ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. വാസ്തുവിദ്യ ഒരുപാട് കൺകെട്ടും കച്ചവടവും ഒക്കെ നടക്കുന്ന ഒരു ഇടമായിരിക്കുമ്പോൾ ഇവിടെ ശ്രീ ബി അർജുനൻ എന്ന ഇന്നത്തെ അതിഥി ആ മേഖലയിലുള്ള തനത് ശൈലിയെ തിരിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഗതം സർ. നമുക്ക് കൂടുതൽ അദ്ദേഹത്തിനോട് സംസാരിക്കാം. നമസ്കാരം. വാസ്തുവിദ്യ, കേരളീയ ശൈലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാലുകെട്ട് അല്ലെങ്കിൽ പടിപ്പുര അല്ലെങ്കിൽ നമ്മുടെ ഓടുമേഞ്ഞ രീതികൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ നൊസ്റ്റാൾജിയമായി കണക്ട് ചെയ്ത് നമ്മൾ പുതിയ കാലത്തിലേക്ക് എടുത്തു വയ്ക്കാറുണ്ട്. അപ്പം അത് മാത്രമായിരുന്നു സാർ അങ്ങനെ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്? ശരിക്കും ഞാൻ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ഇതൊന്നുമല്ല. അപ്പോൾ ഞാൻ KSRTCയിൽ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു. അപ്പോൾ ഞാൻ 17 വർഷം അതിനകത്ത് പണിയെടുത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനായിരുന്നു. പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ഇരുന്ന് തന്നെയാണ് മെക്കാനിക്കൽ ഇത് പഠിക്കാനും അത് കഴിഞ്ഞിട്ട് സിവിലിലും പിന്നെ പാർട്ട് ടൈമായിട്ട് പഠിച്ച്, അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ഉന്നതമായ രീതിയിൽ നല്ല നിലവാരത്തിലുള്ള ഒരു ജോബ് എനിക്ക് വേണം. അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകാനായിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു തീരുമാനം എടുത്ത് അതിൻ്റെ ലീവിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വന്തം ഒരു വീട് പ്ലാൻ വരയ്ക്കുന്നതിനെ പറ്റിയുള്ള ചിന്ത വരികയും ഞാൻ അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി അതിൻ്റെ ഫോട്ടോ എടുത്ത് വന്നപ്പോഴാണ് ഈ ചുറ്റുപാടുള്ള സുഹൃത്തുക്കൾ ആളുകളോ ഇതൊക്കെ കണ്ടിട്ട് അതൊരു പ്രത്യേക അവർക്കൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്നും എൻ്റെ ഒരു യഥാർത്ഥ മേഖല അതാണെന്നും എനിക്ക് തോന്നാനുള്ള ഒരു കാരണം അതായിരുന്നു. അങ്ങനെ ഞാൻ ഏതായാലും ഈ ഗൾഫിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിട്ട് കെട്ടിട നിർമ്മാണ ശൈലി അതിലേക്ക് ഇറങ്ങി. അത് പിന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 95-ൽ ഞാൻ ലീവ് എടുക്കുന്നു. 96-ൽ വാസ്തുവിദ്യ ഗുരുകുലം എന്നും പറഞ്ഞ് ഈ നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഒരു ബാച്ച് തുടങ്ങി. അതിൽ ഞാൻ അഡ്മിഷനാവുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണ് എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. ഇന്നിപ്പോൾ ഏതാണ്ട് 30 വർഷം അതിലേക്ക് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രചോദനം കിട്ടാനുള്ള കാരണവും ഇതിനോടുള്ള ആഭിമുഖ്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. KSRTC വിടാൻ തീരുമാനിച്ചു, എന്തെങ്കിലും കാര്യമായി ചെയ്യണമെന്നുള്ളപ്പോഴും എന്തുകൊണ്ട് വീട് എന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മളുടെ മനസ്സിലുള്ള ഒരു വലിയൊരു സങ്കല്പമാണല്ലോ സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അപ്പോൾ എനിക്കും അത് തന്നെയായിരുന്നു. കാരണം ജോലി ഉണ്ടായിരുന്നു, എനിക്കൊരു നല്ല വീട് വയ്ക്കണം. അപ്പോൾ അതിൽ നിന്ന് ഉള്ള ഒരു ഗൃഹത്തിൻ്റെ ആ ഒരു തുടക്കം എനിക്ക് അങ്ങനെ ഒരു വഴിത്തിരിവായിട്ട് മാറിയെന്നേ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. മറിച്ച് ഞാൻ ഇതിൽ ഇറങ്ങി പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഈ വാസ്തുവിദ്യ ഗുരുകുലത്തിൽ പഠിക്കാനും അതിൽ നിന്ന് കുറച്ച് അറിവുകൾ കിട്ടിയതും അതിന് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ പിന്നെ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ആനന്ദ് ബോസ് സാറും അതോടൊപ്പം നമ്മുടെ G. ശശിഭൂഷൺ സാറ് ഇവരൊക്കെ ആണ് അന്ന് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രചോദനം കേരളീയ ശൈലിയിലുള്ള ഗൃഹനിർമ്മാണത്തിനെ പറ്റി ഒരു തുടക്കം, അതിൽ നിന്നൊരു അറിവ് കിട്ടുകയും ഞാൻ അതിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുകയും അങ്ങനെ അതുമുതൽ ഇതുവരെ എൻ്റെ എല്ലാ നിർമ്മാണങ്ങളും ശ്രദ്ധിച്ചാൽ അതിനൊരു പ്രചോദനം മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാനായിട്ട് ഒരു അവസരം എനിക്ക് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിവിൽ ഒരു ബേസിക് പഠനം ആവശ്യമാണല്ലോ ഒരു വീട് വയ്ക്കുന്നതിന്. അപ്പോൾ അത്തരം ഒരു പഠനം ഈ വീട് വയ്ക്കുന്നതിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുമ്പോഴേ ഉണ്ടായിരുന്നോ? ഇല്ല, അതിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓരോന്ന് ഒരു പിന്നെ വഴിത്തിരിവായിട്ട് വരുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം നമുക്ക് സിവിൽ പാസ്സായ ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യശേഷി നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഈ ഫീൽഡിൽ ഇറങ്ങി പിന്നെ വർക്കുകളെ പറ്റി അതിനെപ്പറ്റി കൂടുതലായിട്ട് വർക്കെടുത്തു. അത് കോൺട്രാക്റ്റ് ബേസിൽ വീടുകൾ പൂർത്തിയാക്കി കൊടുത്തു. അങ്ങനെ ഏതാണ്ട് 500ഓളം വീടുകൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് പണിത് കൊടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ഡിസൈൻ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലടക്കം എൻ്റെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള നാലുകെട്ടും തറവാടുകളും പഴയ മനകളും
ആ രീതിയിലുള്ള കണക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ ശൈലി എനിക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വീട് എന്ന് പറയുന്നത് വെക്കുന്ന ആളുടെ സ്വപ്നം വളരുന്നത് പോലെയാണ്. പലപ്പോഴും പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോഴുണ്ടാകുന്നതിൽ ചില വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാവാം. പ്രത്യേകിച്ച് താങ്കളുടെ ഒരു ശൈലി വെച്ചിട്ടുള്ള രൂപകൽപ്പനകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ പോലും അതിൽ ബജറ്റിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെ അഭിമുഖീകരിച്ചു? അതിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഗൃഹനിർമ്മാണത്തെ നോക്കിക്കാണുന്ന വളരെ ഉത്തരവാദിത്വ ബോധത്തിലാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയ വരുമാനമുള്ള സാധാരണക്കാർ മുതൽ വളരെ അധികം സാമ്പത്തികമുള്ളവരുടെ നിർമ്മാണം വരെ എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. ഞാനിത് എല്ലാം ഒരേ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. കാരണം നമ്മൾ ഒരു വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ട് ഞാൻ കാണാറില്ല. നല്ല സാമ്പത്തികമുള്ളവർ അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ, ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ആദ്യം എൻ്റെ അടുത്ത് വരുന്നവരെ ആദ്യം ഞാൻ അവരെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കും. അവരുടെ താല്പര്യങ്ങൾ നോക്കിയതിന് ശേഷം അവരുടെ കൈവശം അവർക്ക് എങ്ങനെയുള്ളൊരു വീടാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്, അവരുടെ ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണ്, അതിലെത്ര മക്കൾ, അവരുടെ മറ്റ് ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ട് അവരുടെ സാമ്പത്തികം കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു ഡിസൈൻ തയ്യാറാക്കി കൊടുക്കുന്നത് തന്നെ. എന്നാലും ചേഞ്ചസ് എല്ലാം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും. അത് ഞാൻ അതിൻ്റെ ഡിസൈൻ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അത് പറയാം. ഇപ്പോൾ പല എൻജിനീയേഴ്സും ആർക്കിടെക്ട്സും ഈ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഫ്ലാറ്റിൻ്റെ കാര്യമെല്ലാം പറയുന്നത്. അവരെല്ലാം ചെയ്യുന്ന ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കും, നമുക്ക് കുറച്ച് സ്ഥലം കാണും. ആ സ്ഥലം ഒരു ഡിസൈൻ ഇത് എടുത്തിട്ട് അതിനെ അങ്ങ് പ്ലെയിനായിട്ട് വരച്ച് അവരുടെ ആവശ്യങ്ങൾ നോക്കി ഇത്ര ബെഡ്റൂം വേണം, ഹാൾ വേണം, ഡൈനിങ് വേണം, കിച്ചൺ വേണം, ഇങ്ങനെ വരച്ച് അത് അങ്ങ് കൊടുക്കുകയാണ് പതിവ്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഈ വാസ്തുവിദ്യ പഠിച്ചത് കൊണ്ടും അതിൻ്റെ പ്രാധാന്യം അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ സ്ഥലം നേരിട്ട് പോയി പരിശോധിക്കും. പരിശോധനയ്ക്ക് ശേഷം ആ സ്ഥലത്ത് അതിൻ്റെ വീട് എങ്ങനെയാണ് പണിയേണ്ടതെന്നുള്ള ശാസ്ത്രവിധി പ്രകാരം ഉള്ള കാര്യങ്ങൾ വിലയിരുത്തും. അപ്പോൾ ആദ്യത്തെ ജോലി അത് വീടിൻ്റെ ദർശനം എങ്ങനെയായിരിക്കണം, അതിൻ്റെ ചരിവ് എങ്ങനെയാണ്, അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെയാണ്, ഇതെല്ലാം പരിഗണിച്ചിട്ട് രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ആ വീട്ടുടമസ്ഥൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവർക്ക് എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാണ്, എത്ര ബെഡ്റൂം വേണം, ഹാള്, ഡൈനിങ്, അതിൻ്റെ സൗകര്യങ്ങൾ, അവരുടെ ബഡ്ജറ്റ് എത്ര, ഇത് കണക്കാക്കിയുള്ള ഒരു ഡ്രോയിങ് ആക്കി കൊടുക്കും. അത് 3-4 പ്രാവശ്യം അവരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ട് വീണ്ടും വീണ്ടും മാറ്റി അവർക്കൊരു തൃപ്തി വരുന്ന രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയും ഞാൻ ചെയ്യുന്നുണ്ട്. വീടുകളുടെ നിർമ്മാണം മാത്രമല്ല, ഒരുപാട് പുനർനിർമ്മാണങ്ങളിലും താങ്കൾ ഇടപെട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിശദമായി പറയാമോ? പുനർനിർമ്മാണം എന്നല്ല അത് പറയേണ്ടത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ പത്മനാഭപുരം പാലസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അരൂപ്പുറം, അപ്പോൾ അത്തരത്തിലുള്ള അത് അങ്ങനെ ഒരു ചരിത്ര സ്മാരകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും താങ്കൾ തീർച്ചയായിട്ടും അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അതൊരു ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമുക്കൊരു ഈശ്വരാധീനം, നമുക്കൊരു ജന്മം കൊണ്ട് ചില ഭാഗ്യം ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് പല സന്ദർഭങ്ങളിലും കിട്ടി. അതിലൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ 2001 പത്മനാഭസ്വാമി ക്ഷേത്രം ഉത്രാടന മാർത്താണ്ഡവർമ്മ അദ്ദേഹം എന്നെ വിളിപ്പിക്കുകയും അവിടെ ഒരു പഴയ ഷീറ്റ് അതിനെ ഒന്ന് മാറ്റണം, അതിന് കാണിപ്പതിൻ്റെ ഒരു പ്ലാനുണ്ട്, ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയും ഞാനത് ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കി. അങ്ങനെ 3 നടയിലും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇത് ചെയ്ത ഒരു വ്യക്തിയാണ് ഒന്നത്. രണ്ടാമത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ, അദ്ദേഹം ആദ്യമായിട്ട് ശിവപ്രതിഷ്ഠ നടത്തിയ അരൂപ്പുറം ശിവക്ഷേത്രം, അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ജീർണത വന്നപ്പോൾ അത് ഇന്ന് എങ്ങനെയാണോ ഗുരുദേവൻ പണ്ട് പണിതിരുന്നത് അതേ രീതിയിൽ പുതുക്കി പണിത് ഇന്ന് കാണുന്ന രൂപത്തിലാക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. മൂന്നാമത് അദ്ദേഹം തന്നെ ജനിച്ച് വളർന്ന വയൽവാരം വീട്, ആ വീട് ഇന്ന് കാണുന്ന സംരക്ഷണ മന്ദിരത്തിൻ്റെ ആർക്കിടെക്റ്റ്, അതിൻ്റെ നിർമ്മാണവും മറ്റു മേൽനോട്ടമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അവിടുത്തെ പടിപ്പുര, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കിതിൻ്റെ കൂടെ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയാം. അതെല്ലാം ഈ ഒരു ഗുരുകുലത്തിൽ പഠിച്ചതിൻ്റെ ഒരു ശൈലി പിന്തുടരുന്നതിൻ്റെയും കൂടിയാണ്. തീർച്ചയായിട്ടും. അതിൽ പിന്നെ എനിക്ക് തോന്നുന്ന ഇതേ ഉള്ളൂ, നമ്മൾ പലരും അനുകരണമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരം ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഗൃഹനിർമ്മാണത്തിന് ഒരു ശൈലിയുണ്ട്, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൻ്റെ പഴയ തറവാടും നാലുകെട്ടും മനകളും കൊട്ടാരങ്ങളും ഒക്കെ
കേരളീയ തച്ചുശാസ്ത്ര വിധി പ്രകാരം അതിമനോഹരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് എക്സാമ്പിൾ നമ്മൾ പത്മനാഭൻ കൊട്ടാരം, നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതിൻ്റെ ഒരു നിർമ്മാണ ശൈലി എത്രയോ നൂറ്റാണ്ടിന് മുമ്പ് പല ഘട്ടങ്ങളിലാണ് അത് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ പോയി നോക്കിയാലും അതിൻ്റെ ഒരു ചേർച്ച, അത് പലപ്പോഴായി ചെയ്തതെന്ന് നമുക്ക് തോന്നൂല. അത്ര ഒരു കണക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിൽ കേരളീയ വാസ്തുവിദ്യത്തിൽ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് ഞാൻ വിലയിരുത്തി. അപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ കണക്കുകളും അതിൻ്റെ ചിട്ടകളും പാലിച്ചുകൊണ്ട് നമ്മളൊരു നിർമ്മാണം നടത്തിയാൽ അത് ആ കാണുന്നവർക്ക് അതിൻ്റേതായ ഒരു ഫീൽ ചെയ്യും എന്നുള്ളത് എൻ്റെ നിർമ്മാണങ്ങളും കൂടെ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പൊതുവേ അന്ധവിശ്വാസങ്ങളുമായി ചേർത്ത് കെട്ടിയാണ് നമ്മളെപ്പോഴും ഇതിനെ കാണുന്നത്. താങ്കൾ അതിൽ നിന്ന് കഴിയുന്നത്ര ദൂരെ നിൽക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകളിലാണ്, രൂപകൽപ്പനയിലും അതിൻ്റെ ഭംഗിയിലും ഒക്കെയാണ് താങ്കൾ ശ്രദ്ധിക്കുന്നത്. അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യമല്ലല്ലോ, വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശാസ്ത്ര ശാഖയാണ്. അപ്പോൾ അത് മുമ്പ് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ആരെന്ന് വെച്ചാൽ ഈ പാരമ്പര്യമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതിൽ പ്രധാനമായിട്ട് കേരളത്തിൽ നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത് തച്ചുശാസ്ത്രം എന്ന് പേര് വരുന്ന നമ്മൾ പെരുന്തച്ചൻ്റെ തലമുറക്കാരും അതോടൊപ്പം കാണിപ്പേയൂര് നമ്പൂതിരിപ്പണ്ണും അതുപോലുള്ള തലമുറക്കാരും ഇങ്ങനെയുള്ളവരായിരുന്നു പരമ്പരാഗതമായ രീതിയിൽ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് അവർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ പഠനം അവർ ആഴത്തിൽ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ള ഒരു ദോഷം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഇത് പകർന്ന് അടുത്ത തലമുറയ്ക്ക് ശരിയായ രീതിയിൽ പറന്നു കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇത് പലതും ഒരു ഗ്യാപ്പ് വന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാതെ വരികയും പല നിർമ്മിതികൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1960 മുതൽ 80-85 കാലഘട്ടം വരെ ഇതിന് യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു നിർമ്മാണ ശൈലിയിലേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ തുടങ്ങി. അപ്പോൾ അതിന് ഇതിനൊരു പ്രാധാന്യം വന്നതിന് ശേഷം ഏത് ഒരു മേഖല വന്നാലും അതിൽ രണ്ട് അഭിപ്രായം പറയുന്ന ആളുകളുണ്ടാകും. ഇതിനെ ശാസ്ത്രത്തിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പറയാതെ അന്ധവിശ്വാസം കൂടെ അതിനകത്ത് ചേർത്ത് ആൾക്കാരെ ആകപ്പാടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഇപ്പോൾ അത് ഈ മേഖലയിൽ വളരെ കൂടുതൽ അത് കാണുന്നുണ്ട്. ഒരാളിനും വീട് വയ്ക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. കാരണം എന്തു പറഞ്ഞാലും കന്നിമൂലയെന്നും നിര്യോധി കോണെന്നും അതോടൊപ്പം പിന്നെ ടോയ്ലറ്റിൻ്റെ സ്ഥാനം, മുറികളുടെ സ്ഥാനം, ഇങ്ങനെ ആവശ്യം ഉള്ളതും ഇല്ലാത്തതുമായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും വരയ്ക്കുന്ന പ്ലാനൊക്കെ ശാസ്ത്രവിധിയാണ്, പക്ഷേ കണക്കുകൾ നോക്കുന്നുണ്ട്. 100 കണക്കിന് വീടുകൾ, ഇതുപോലുള്ള പുനർനിർമ്മാണ പരിപാടികൾ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. പുതുതായിട്ട് ഒരാൾ വീട് വയ്ക്കാൻ വരുമ്പോൾ ഇപ്പോഴും അവരിൽ കൗതുകമായി തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അടുത്ത് വരുന്ന ഒരു 90%, അങ്ങനെ തന്നെ പറയാം, 90% ആളുകളെ ഞാൻ വിലയിരുത്തിയത് എന്നെപ്പറ്റി കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാൻ വരയ്ക്കുന്ന ആൾക്കാരാണ് കൂടുതലും എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കൂടുതലും ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമില്ല. അവർ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അവർക്ക് എന്താ വേണ്ടത്? ഒരു നല്ല പ്ലാൻ വേണം, നല്ലൊരു നിർമ്മാണം വേണം, അതോടൊപ്പം അത് വാസ്തുവിദ്യാപരമായിട്ടുള്ളതും കൂടെ ആയിരിക്കണം. ഇത് 3 ലയിപ്പിച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള ഒരു പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റ് ആയതുകൊണ്ട് ഒരു നല്ല നിർമ്മാണം നടത്തി ഒരു ഐശ്വര്യമുള്ള വീട് ഉണ്ടാക്കണമെന്നില്ല. മറിച്ച് ഒരു വാസ്തുവിദ്യ മാത്രം അറിയാമെന്നുള്ളവർ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഐശ്വര്യമുള്ളതും ഇതാണെന്നില്ല. അത് നിർമ്മാണവും കൂടി അതിനകത്ത് യോജിപ്പിച്ച് ഇത് 3ഉം ഒരുമിച്ച് സമന്വയിപ്പിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്നത് മുതൽ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് മുതൽ അതിൻ്റെ നിർമ്മാണം, അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ചുമതല, അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് അവരുടെ ഇതിന് ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കുന്നത് വരെയുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വരെ ജനങ്ങൾ അംഗീകാരം തന്നിട്ടുള്ളതും അഭിനന്ദിച്ചിട്ടുള്ളതും. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പ്രമുഖ വ്യക്തികൾ അഭിനന്ദിക്കപ്പെട്ട ഒരാളാണ് എന്ന് മാത്രമല്ല, അടുത്ത കാലത്ത് താങ്കൾ റോം സന്ദർശിക്കുകയും ഒക്കെ ഇപ്പോൾ കാലം ചെയ്ത പാപ്പയെ കാണുകയൊക്കെ ചെയ്തിരുന്നു. ആ അനുഭവം ഒന്ന് പറയാമോ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ എടുത്തു പറയണമെങ്കിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകളെ എനിക്ക് ബന്ധപ്പെടാനും ഒക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും അവസാനം ഈ 2024 എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞത് വത്തിക്കാനിൽ ഒരു ലോകമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവൻ്റെ ശതാബ്ദിയായിട്ട് ബന്ധപ്പെടുത്തി എനിക്കവിടെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഞാൻ പങ്കെടുക്കുകയും അവിടെ ഇതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ ചെല്ലുകയും അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട്
ഷാൾ അണിയിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയ ഒരാളെന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും മഹാഭാഗ്യമായിട്ട് എന്നെ കാണുന്നു. അത് അദ്ദേഹത്തെ കാണുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നമ്മളിവിടെ നിന്ന് വത്തിക്കാനിലേക്ക് പോയത് ഗുരുകുലത്തിൻ്റെ ഒരു ഇതിലാണ്. വളരെ എല്ലാ അടുക്കും ചിട്ടകളിലുള്ള അറിയാമല്ലോ, വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയെ കാണുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടി ചെന്ന് കാണാൻ പറ്റില്ല, ഒരാളിനും പറ്റില്ല. അപ്പോൾ ആ ഒരു ഭാഗ്യം അത് വളരെ ഇതായിട്ട് നമ്മൾ ദൈവികമായിട്ട് തന്നെ അത് ചിന്തിച്ച് പോവുകയും നല്ല രീതിയിൽ ആ ദർശനവും കിട്ടി. അതുപോലെ തന്നെ പുരി ശങ്കരാചാര്യ സ്വാമികൾ, അങ്ങനെ ഒത്തിരി ഗുരുക്കന്മാർ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ ഭാഗമായി കിട്ടി. അതെ, അത് തീർച്ചയായിട്ടും നമുക്കതിനെ ഒരു ഇതായിട്ട് പറയാനല്ല, നമ്മുടെ ഒരു ചെറിയ ജന്മം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദൈവ നിയോഗം പോലെ നമുക്ക് ഇത്രയും സമയം കൊണ്ട് പലതും ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു നിയോഗം കാണാം. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിനോടുള്ള നമ്മുടെ ആ ഒരു ഇച്ഛാശക്തി, രണ്ടാമത് ദൈവികമായിട്ടുള്ള ഭക്തി. ഇത് രണ്ടും കൂടെയാണ് ഞാൻ ലയിപ്പിച്ചു കൊണ്ടുപോകുന്നത്. കരിയർ മാറ്റണം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഇവിടെ ഇത്രയും വലിയൊരു ആർക്കിടെക്ട്സ് അസോസിയേഷൻ്റെ സാരഥിയായിട്ട് താങ്കൾ ഇവിടെ ഇരിക്കുന്നത്. 30 വർഷം കഴിഞ്ഞു. എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ? സത്യം പറഞ്ഞാൽ KSRTCയിൽ ഒരു സാധാരണ ജീവനക്കാരായിട്ട് തുടങ്ങി. ഇന്ന് ഞാനത് എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്, നമ്മൾ വന്ന വഴി നമ്മൾ എപ്പോഴും ചിന്തിച്ച് അതിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം, എത്രയോ ചാനലുകളിലും റേഡിയോയിലും ഞാൻ ഒരുപാട് ലേഖനങ്ങൾ, ഇപ്പം പത്രമാധ്യമം എല്ലാത്തിലും എൻ്റെ ലേഖന പരമ്പരകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. ഇത്രയും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുകയും അത് എവിടെയാണ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ലോകത്തുള്ളത്. ഒന്ന് സൃഷ്ടി, കാര്യങ്ങൾ പുതുതായിട്ട് നിർമ്മിക്കുക, ഒന്ന് നശീകരണം. ഈ രണ്ട് പ്രക്രിയയാണല്ലോ ലോകത്തുള്ളത്. ഒന്ന്, നമ്മൾ ഒരു മനുഷ്യ ജന്മത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങളും മനുഷ്യൻ തരും. ഒന്ന്, ചിലർ അതിനെ എല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടും. ചിലർക്ക് അത് പുതിയത് നിർമ്മിക്കാനുള്ള ഒരു യോഗം കൊടുക്കും. ഭാഗ്യവശാൽ എനിക്ക് അതാ കിട്ടിയത്. അപ്പോൾ എന്തു പറ്റി? അതും എങ്ങനെയാണ്? വെറുതെ ഒരു വീടുണ്ടാക്കലല്ല, വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഐശ്വര്യമുള്ള ഭവനങ്ങൾ, എത്രയോ കുടുംബങ്ങൾ അതിനകത്ത് താമസിച്ച് അവരുടെ എല്ലാം എവിടെ ഇറങ്ങിയാലും അവർ എന്നെ കാണുമ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും തരുമ്പോൾ നമുക്ക് ഈ ജന്മം കൊണ്ട് ഒരു മഹാഭാഗ്യം തന്നെ എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഇത്രയും വീടുകളൊക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ഡിസൈൻസ് പൊതുവേ സാധാരണക്കാർ കാണുന്നത് വളരെ വലിയ ബജറ്റുള്ളത് എന്നാണ് വിചാരിക്കുന്നത്. അത് ശരിക്കും അങ്ങനെയാണോ? ഇല്ല, അങ്ങനെയല്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ ഉദാഹരണ സഹിതം നമുക്ക് പൊതുജനത്തിന് കൊടുക്കാൻ പറ്റും. എൻ്റെ ഓരോ നിർമ്മാണങ്ങളും അതിൽ ഏറ്റവും ചെറിയ വീട് മുതൽ വലിയ കൊട്ടാരങ്ങൾ വരെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇതിൻ്റെ നിർമ്മാണം നമ്മൾ ഒരു ഏറ്റെടുക്കുമ്പോൾ, ഒരു ഗൃഹം പണിയുമ്പോൾ അതിൻ്റെ ബജറ്റ്, അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ഫിനിഷിങ്, ഇതെല്ലാം ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള ഒരു സാധാരണക്കാർക്കുള്ള ഒരു ചെറിയ വീടും ഒരു 8000, 10000 ഞാൻ അങ്ങനെയുള്ള വീടും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ കാഴ്ചപ്പാടിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ വിവേചന ഇതും കൂടെ അതിനകത്ത് വരണം. കാരണം ഒരു സാധാരണക്കാർക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന രീതി അല്ല വലിയ സാമ്പത്തികമുള്ള വലിയൊരു ബഡ്ജറ്റിൽ ചെയ്യുന്ന വീടിൻ്റെ ഡിസൈൻ തയ്യാറാക്കുന്നത്, നിർമ്മാണത്തിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പലർക്കും ഇല്ലാതെ പോകുന്നത് തന്നെ ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് കാണില്ല. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങനെ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പോകും. ഇപ്പോൾ ഒരാൾ ഓടിക്കൊണ്ട് വന്ന് എനിക്കൊരു നല്ല വീട് വയ്ക്കണം, വാസ്തുവിദ്യ അനുസരിച്ച് വേണം, അതിൽ എനിക്ക് മോഡേൺ സ്റ്റൈൽ അല്ലെങ്കിൽ പരമ്പരാഗത ഗതിയിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോന്ന് അവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പാരമ്പര്യ ശൈലിയിൽ ഒരു വീട് പണിതാൽ എന്താണ് അതിൻ്റെ ഗുണവും ദോഷവും, അതിൽ വരുന്ന നിർമ്മാണ ചെലവിലുള്ള വ്യത്യാസം, മോഡേൺ സ്റ്റൈലിൽ നമ്മൾ ചെയ്താൽ അതിലെന്താണ് വ്യത്യാസം വരുന്നത്, ഇത് വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം ഞാൻ ചെയ്ത വീടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും അവരുടെ സമയം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഓരോ മെറ്റീരിയലും സെലക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡിസൈൻ കഴിഞ്ഞ് നിർമ്മാണത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിലുള്ള പൂർണ്ണ രൂപം ഏകദേശം 90% ഞാൻ മനസ്സിലാക്കിയിട്ടായിരിക്കും അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത്. ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ, നമുക്ക് സാങ്കേതിക വിദ്യ നൽകുന്ന കാര്യങ്ങൾ, അത്തരത്തിൽ നമ്മുടെ വീടിൻ്റെ രൂപം തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കൂടിയാണ് സാർ വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ മാതൃകയിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്? അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യ ശൈലിയെ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പരമ്പരാഗത ശൈലിയിലുള്ള പഴയ തറവാടുകളും മനകളും കൊട്ടാരങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ്. പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു
നിർമ്മാണ ശൈലി അല്ലെങ്കിൽ ആ ഒരു പ്ലാനൊക്കെ ആയിരുന്നല്ലോ. കാരണം കൂട്ടുകുടുംബം, അതിനനുസരിച്ചിട്ടുള്ള മുറികളുടെ സംവിധാനം, ഹാള്, കിച്ചൺ, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അത് മാറി, ആധുനിക സംവിധാനങ്ങൾ വന്നു. അപ്പോൾ പഴയതിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ആ വീട്ടിനകത്ത് അതിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നത്തെ രീതിക്ക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ഡിസൈൻ തയ്യാറാക്കി അത് പൂർത്തിയാക്കി കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ഞാൻ എൻ്റെ വീടുകളിലെല്ലാം അവലംബിച്ചിട്ടുള്ളത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്താലും ഒരു ഹാള് ഡിസൈൻ ചെയ്താലും അതിൻ്റെ എല്ലാം തന്നെ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി പഴമ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഗുരുകുലത്തിൽ നിന്നുള്ള പഠനം കൊണ്ട് കേരളീയ ശൈലിയിലോട്ട് അടുത്തു. ഇത്രയും വീടുകൾക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വന്നു. അത് പല ബജറ്റിലുള്ള പല വലിപ്പത്തിലുള്ള വീടുകളൊക്കെ വന്നു. ഇപ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള കേരളീയ മാതൃക എന്താണ്? പലപ്പോഴും ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അതാണ്. എന്താണ് ഈ കേരളീയ ശൈലി അല്ലെ കേരളീയ മാതൃക? അതിനുള്ള പ്രത്യേകത എന്താണ്? അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളൊരു പലയിടത്തും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു വിഷയമുണ്ട്. അത് ഞാൻ വളരെ ലളിതമായ രീതിയിൽ തന്നെ ഒന്ന് പറയാം. നമുക്ക് ഉദാഹരണം പത്മനാഭപുരം കൊട്ടാരം അല്ലെങ്കിൽ കുതിരമാളിക, തിരുവനന്തപുരത്തുള്ള പഴയ തറവാട് വീടുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ഒരു നിർമ്മാണ ശൈലി എങ്ങനെയാണെന്നുള്ളത് നോക്കിയാൽ അതിലെന്തൊക്കെ കാണും? ഒരു നല്ല രീതിയിലുള്ള മുഖപ്പോ, കൊത്തുമണിയോ ചാരുപടിയോ ഒക്കെ അതിനകത്തുണ്ടാവും. ഇത് നമ്മൾ പുതുതായിട്ട് ഒരു സൃഷ്ടി കൊണ്ടുവരുമ്പോൾ ആ പഴയത് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് പഠിച്ച് അതിൻ്റെ അംശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും അതിൻ്റെ കൃത്യതയും നമ്മൾ പകർത്തി ആ പൂർണ്ണതയിൽ എത്തിക്കുമ്പോഴാണ് ആ ഒറിജിനാലിറ്റി നമുക്ക് തിരിച്ചു കിട്ടുന്നത്. പലർക്കും ഇല്ലാതെ പോയതും നമ്മുടെ ഇത് അനുകരണം കൊണ്ട് ഇത് വികൃതമായി പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത്. അപ്പോൾ ഞാൻ ചെയ്ത വീടുകൾ പരിശോധിച്ചാൽ ഒരു ഒട്ടുമിക്ക വീടും പണ്ട് ചെയ്തിട്ടുള്ള തറവാടുകളെ പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരു യോജിച്ച രീതിയിൽ കണക്കുകൾ പാലിച്ച് കൊണ്ടുവന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും എൻ്റെ ഇതുവരെയുള്ള ഒരു നിർമ്മാണത്തിൽ ഞാൻ അവലംബിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഉദാഹരണങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടുകൾ ശ്രദ്ധിച്ചാൽ അതിനകത്ത് എവിടെയെങ്കിലും ഞാനൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു മെയിൻ ഡോർ ആയിരുന്നാലും അതിലൊരു ചാരുപടി ആയാലും അതിന് അങ്കണത്തിനുള്ള ഒരു തൂണ് ആയിരുന്നാലും ഒക്കെ പഴയ കാലത്ത് ചെയ്തതിനെ അതേപോലെ പഠിച്ച് കുത്തുപണി ചെയ്ത് ആ ഒരു കണക്കനുസരിച്ച് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ശൈലി തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഈ പഴയ നിർമ്മാണത്തിന് ഒരു പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സാധാരണ സായന്തനം പരിപാടിയിൽ നമ്മൾ മുതിർന്ന ആൾക്കാർ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ വ്യാപരിക്കുന്ന മേഖലകൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിതൊന്ന് മനസ്സിലാക്കിയത്, നമ്മൾ ഒരു കരിയറിൽ ശ്വാസം മുട്ടി ജീവിക്കേണ്ടതില്ല, നമുക്ക് മറ്റൊരു സ്ഥലം ഉണ്ടാവും, അത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. അതിന് സാറൊരു വലിയ ഉദാഹരണമാണ്. തനിക്ക് പ്രിയപ്പെട്ടൊരു മേഖലയിലേക്ക് യാദൃച്ഛികമാണെങ്കിലും വീടുകയും എന്നാൽ അത് വളരെയധികം എൻജോയ് ചെയ്യുകയും അതൊരു പുതിയ ശൈലിയായി മാറ്റുകയും ഒക്കെ ചെയ്ത ഒരാളെയാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് എന്നതിൽ തികഞ്ഞ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. നന്ദി. എന്നെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. 3 പതിറ്റാണ്ടിലേറെയായി കേരളീയ ശൈലിയിൽ ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആർക്കിടെക്റ്റായ ബി അർജുനനുമായി മനീഷ് MP നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സായന്തനം സമാപിച്ചു.